നമസ്കാരം. ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്താണെന്നല്ലേ, അദ്ദേഹം ന്യൂസ് 18 ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ കുറച്ച് പാർട്ട് അവർ വാർത്തയായി കാണിക്കുന്നവർ. കേരളത്തിൽ നിലനിൽക്കുന്ന അലിഖിതമായിട്ടുള്ള ഒരു സവർണ ബ്രാഹ്മണിക്കൽ നിയമമുണ്ട്. അത് അതേപടി അനുഷ്ഠിച്ചാൽ മാത്രമേ നല്ല മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ടോ പരിഗണിക്കത്തുള്ളൂ. അതിൽ നിന്ന് മാറി നടക്കുന്നവരെ മുഴുവൻ ഒരു പ്രത്യേകതരം ചാപ്പകുത്തും. ആ അലിഖിത നിയമത്തിനെതിരെ ശബ്ദമുയർത്താൻ കുറച്ച് വൈകിയെങ്കിലും ഇന്നത്തെ കാലം പരിഗണിച്ചുകൊണ്ട് അതിന്റെ പുരോഗമനപരമായ മുന്നോട്ട് പോക്കിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിനും 100% കയ്യടി കൊടുക്കേണ്ടതുണ്ട്. 100% ഈ നാട്ടിലെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ ആ വാചകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ നാട്ടിൽ എന്തും ഏതും തീരുമാനിക്കുന്നത് ഒരു സവർണ ബ്രാഹ്മണിക്കൽ മാഫിയാണല്ലോ. അവർ പറയുന്നതേ നടക്കും. അവർ പറയുന്നതാണ് എല്ലാത്തിലെയും നിയമം. അവർ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വിശ്വാസത്തിന്റെ മറപിടിച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ശബരിമലയിലെയും 2 അലിഖിത ആചാരങ്ങൾക്ക് നേരെ അദ്ദേഹം ഇങ്ങനെ ശബ്ദമുയർത്തി. ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷെ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു. വലിയ പ്രതികരണങ്ങളൊന്നും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു. ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചൈതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടു. ഞാനും അഭിപ്രായം തന്നെ വെച്ചു പുലർത്തി. പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചില്ല. എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക. ആ സമയത്ത് പുരുഷന്മാർ അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ. അവിടെ സ്ത്രീകൾ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ്. കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ദർശനം ചെയ്യുന്നു. ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോകുന്നവരെല്ലാം ഒരു നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാ പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പൊള്ളുന്നുണ്ട്, വല്ലാതെ പൊള്ളുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ആ ഉള്ളിലെ ഹിന്ദുത്വം അങ്ങ് പുറത്തു ചാടിയിട്ടുണ്ട്. ആ കമന്റിന് താഴെ കേരളത്തിലെ ആ സവർണ വിഭാഗക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല വ്യാജ പേരിലുള്ള ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് അദ്ദേഹത്തെ പച്ചത്തെറി വിളിക്കുന്നുണ്ട്, പുലഭ്യം വിളിക്കുന്നുണ്ട്, ജാതി പറയുന്നുണ്ട്. ഈ പേരിനൊപ്പം ഇപ്പോഴും ജാതി തൂക്കിയിട്ട് ഹിന്ദു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വിഭാഗക്കാരുണ്ട്. കാര്യം ഈ ഹിന്ദുവിന്റെ സകലമാന പ്രിവിലേജുകളും എന്തിനേറെ പറയുന്നു, ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിൽ പോലും 90% നിയമനങ്ങളും ആ ഹിന്ദുക്കൾ മാത്രമാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. കേവലം 10%. വേറെ ഏതെങ്കിലും ഒരു നിയമനത്തിൽ അത് നടക്കുമോ? ഹിന്ദു എന്ന് പറയുകയും ഹിന്ദുക്കളുടെ എല്ലാ അവകാശങ്ങളുടെയും മൊത്ത അട്ടിപ്പേർ അവകാശം അവർക്കാണെന്ന് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ആ രീതിയോട് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചാൽ എന്താ? ചില സവർണരെ അല്ലെങ്കിൽ സവർണ ബ്രാഹ്മണിക്കൽക്കാരെ തന്ത്രി വിഗ്രഹത്തിന് അവർ എന്തോ ജീവൻ കൊടുക്കുന്നു എന്ന്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ എന്തെന്നാണ് വിളിക്കേണ്ടത്? കാര്യം ചിലർക്ക് അജ്ഞത കൊണ്ടറിയില്ല. ഈ വിദഗ്ധമായിട്ട് ഒരു വിഗ്രഹത്തിൽ അദ്ദേഹം മറ്റേ പൊക്കിൾക്കൊടിയിൽ നിന്ന് ജീവൻ കൊടുക്കുന്നുണ്ടെന്ന്. ഏതെങ്കിലും ഒരു ജന്തുവിന് ജീവൻ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവെന്താണ്? അത് ചെടിയാണെങ്കിൽ അത് വളരും, അത് മനുഷ്യരാണെങ്കിലും അത് ചലിക്കും, പ്രവർത്തിക്കും. ഇതൊക്കെയാണ് അതിന്റെ സൈൻ, ജീവനുള്ളതിന്റെ സൈൻ. അല്ലെങ്കിൽ ആ ജീവനുള്ള ഏതെങ്കിലും വസ്തു ചലിപ്പിച്ചാൽ ചലിക്കുന്നതായിരിക്കണം. ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഈ വിഗ്രഹങ്ങൾ പെടുന്നത്? ആ വിഗ്രഹങ്ങൾക്കെല്ലാം ഒരു തന്ത്രിയെ കൊണ്ടുവച്ചിട്ട് അയാൾ എന്തോ ഇതിൽ ചെയ്യുന്നുണ്ടെന്നുള്ള കുറെ സംസ്കൃത വാചകങ്ങൾ എടുത്ത് അങ്ങ് പുറത്തേക്ക് ഇട്ടിട്ട് മന്ത്രം ഉരുവിട്ടു എന്നാണ് പറയുന്നത്. ഈ സംസ്കൃതം പറയുന്നത് എന്തിനാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സംസ്കൃതം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകരുത്. ദേവഭാഷ സംസ്കൃതമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അമ്പലങ്ങളുടെ നടയിൽ പോയി നിന്ന് ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് അകത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത്? കാര്യം ദേവന് സംസ്കൃതം മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണല്ലോ കാര്യങ്ങളെല്ലാം സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോ മലയാളിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ വിഗ്രഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്ക്. ഈ പറയുന്ന കാപട്യങ്ങൾ, ഇവരുടെ കച്ചവടങ്ങൾ, ഇവർ ഈ നാട്ടിൽ പണിയെടുക്കാതെ സാധാരണക്കാരായ മനുഷ്യർ പണിയെടുക്കുന്നതിൽ നിന്ന് ഒരു വിഹിതം പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞ് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ.
നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ഒരു ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണി ചെയ്താൽ എത്ര രൂപ കിട്ടും? മാക്സിമം 1000 2000 രൂപ. ഒരു വെയിലത്ത് നമ്മൾ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ആ അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു വിഭാഗക്കാർക്ക് മാത്രം മണിക്കൂറുകൾ കൊണ്ട് 10,000 ശമ്പളം കിട്ടുകയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ചിലർക്ക് മാത്രം എന്തോ പൂജ എന്നുള്ള രീതിയിലോ എന്തോ മന്ത്രം പറയുന്നു എന്ന രീതിയിലൊക്കെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം എന്ന രീതിയിലൊക്കെ 10,000 അങ്ങ് ചുളുവിന് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ നോക്കിയേ. എത്ര മണിക്കൂറത്തെ പണിയാണ്? വളരെ ചുരുക്കം മണിക്കൂറിൽ. ഇങ്ങനെ മനുഷ്യരെ തട്ടിച്ച് ജീവിക്കുന്ന വിഭാഗക്കാർക്കെതിരെ സച്ചിദാനന്ദ സ്വാമികൾ തുറന്നടിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശബരിമലയിലും നിലനിൽക്കുന്ന ആ അനാചാരങ്ങൾ അതെടുത്ത് കളയണമെന്ന് പറഞ്ഞതും അതൊരു തുടക്കം തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടുമുണ്ട്, അതായത് അവർക്ക് വാടക കിട്ടും, മറ്റൊരാൾ വിയർപ്പോട് കൂടി ഉടുത്ത ആ മുണ്ട് കൊണ്ടുവന്നിട്ട് അടുത്ത ആളുടെ ദേഹത്ത് കൊടുക്കുകയാണ്. അതിലൂടെ ഈ നാട്ടിൽ സ്കിൻ ഡിസീസസ് ഒന്നും പകരില്ലേ? ത്വക്ക് രോഗങ്ങൾ, മറ്റൊരാൾക്ക് തൊലിപ്പുറത്തുള്ള രോഗങ്ങളെല്ലാം ഇതിലൂടെ ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും അവരുടെ പ്രശ്നമല്ല. അത് ശുദ്ധിയാണത്രേ. ഈ രീതിയിലുള്ള ഉടായ്പകളൊക്കെ നിങ്ങളോട് പറഞ്ഞ് അതിനെല്ലാം പൈസയും മേടിച്ചും ഇവർ സുഖലോലുപതരായി ജീവിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് കഴിക്കേണ്ട പൈസ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലവഴിക്കേണ്ട കാശ്, അതെല്ലാം ഇതുപോലുള്ള തട്ടിപ്പുകളിലൂടെ അവർ തട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അത്തരം അനാചാരങ്ങളെല്ലാം ഇല്ലാതാകണം, എല്ലാ മനുഷ്യരും ഈക്വൽ ആണെന്നും, ബ്രാഹ്മണൻ എന്തോ എവിടെന്നോ വന്നു എന്നുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഒരേ ഒരു രീതിയിലേ ഈ ഭൂമിയിൽ ജനിക്കത്തുള്ളൂ. അത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ്. അല്ലാതെ ആരും ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നവരല്ല. നിങ്ങൾക്ക് എന്ത് പ്രിവിലേജ് ഈ നാട്ടിലുണ്ടോ അത് മാത്രമേ തന്ത്രിക്കോ പൂജാരിക്കോ ആർക്കോ ഉള്ളൂ. അല്ലാതെ അമാനുഷികരല്ല എന്ന തിരിച്ചറിവുണ്ടാക്കണം. ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലിഖിതമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് അനിവാര്യമാണ്. അതിന് ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമി തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ശുഭകരമാകട്ടെ. അതൊരു വലിയ തോതിൽ ചർച്ച നടക്കട്ടെ. ഈ നാട്ടിൽ പിന്നോക്കക്കാരായ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യപ്പെട്ട് അവരും അന്തസ്സായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുകയാണ് ഇതിലൂടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ കാലത്തും നാട്ടുകാരെ പറ്റിച്ച് മന്ത്രവും തന്ത്രവും ഒക്കെ പറഞ്ഞ് 10,000 വാങ്ങി ഒരു തരത്തിലും പണിയെടുക്കാതെ ഒരിറ്റ് വിയർപ്പ് തുള്ളിക്കാതെ ജീവിക്കുന്ന വിഭാഗക്കാർ കാപട്യമാണ്. ആ കാപട്യങ്ങൾ പലതരത്തിലുള്ള ആചാരങ്ങൾ ഈ സമൂഹത്തെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. അത് സച്ചിദാനന്ദ സ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഒപ്പം ശബരിമലയിലെയും കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ സ്ത്രീ പ്രവേശനം വേണം, അവിടെയെല്ലാം ഇക്വാളിറ്റി അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോടതി പറഞ്ഞിട്ട് പോലും അതിനെതിരെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചവർ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും അവരുടെ കൈവശമുള്ള ആ അധികാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വിശ്വാസം ഒരു മറയാക്കുന്നുണ്ടെന്ന് ഈ സമൂഹം തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. അതിന് വഴിമരുന്നിടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്ന പുലഭ്യം മാത്രം ഇവരുടെ ഉള്ളാലെയുള്ള ആ മാലിന്യത്തെ മനസ്സിലാക്കാനുള്ള അവസരമാണെന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ.